ശ്രീ മധു മാവില എഴുതിയ വേരുണങ്ങുന്ന മരത്തിലെ കൂട് എന്നുള്ള പുസ്തകത്തിൽ അതേ പേരുള്ള കഥയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് 2 പേജുള്ള ചെറിയൊരു കഥയാണ്. പക്ഷേ ഈ പുസ്തകത്തിലെ ഏറ്റവും മികച്ച കഥ എന്ന് എനിക്ക് തോന്നിയത് ഇതാണ്. ഇവിടെ ഒരു അലിഗോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് ചെയ്യുന്നത്. ഒരു മരം, ഒരു വലിയ മരം, അതിൻ്റെ വേരുകൾ ഉണങ്ങി തുടങ്ങി, അതിൻ്റെ പല ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി, അതിന് ശക്തി കുറയുകയാണ്. അതേസമയം അതാരും മനസ്സിലാക്കുന്നില്ല. മറ്റു ചില്ലകളോ ആരും തന്നെ, ഉള്ളിലോ പുറത്തോ ഉള്ള ആരും തന്നെ അത് മനസ്സിലാക്കുന്നില്ല. അതേസമയം ആ മരത്തിൻ്റെ കൊമ്പിൽ കൂടുകൂട്ടിയിരിക്കുന്ന ഒരു കിളി, ഒരു കൊച്ചു കിളി, അത് അതിൻ്റേതായ അനന്തവിഹായസിലേക്ക് നോക്കണം. അതിൻ്റേതായ സ്വപ്നങ്ങളുണ്ട്, ജീവിതത്തെക്കുറിച്ച് മനോഹരമായ കാഴ്ചപ്പാടുകളുണ്ട്. ഈ ഒരു കോൺട്രാസ്റ്റ്, ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ പിക്ചർ ഒരു വശത്ത്, മറുഭാഗത്ത് ഒരുപാട് സന്തോഷവും ജീവിത സ്വപ്നങ്ങളുമുള്ള ഒരു കിളിയുടെ കാഴ്ചപ്പാട്. ഇതാണ് നല്ല സുന്ദരമായ വാക്കുകളിലൂടെ, വാചകങ്ങളിലൂടെ ഈ കഥയിൽ പറയുന്നത്. ഇതിനെ നമുക്ക് പല രീതിയിൽ എടുക്കാം. ഒന്ന് വേർഡ് മീനിങ് എടുക്കാം, മരവും കിളിയും എന്നുള്ള അർത്ഥം എടുക്കാം. പിന്നെ വേണമെങ്കിൽ ലോകത്തിനും പ്രകൃതിക്കും സംഭവിക്കുന്ന ദോഷങ്ങൾ അത് മനസ്സിലാകാതെ ഓരോന്നായി വെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്ന മനുഷ്യർ, ആ ഒരു അർത്ഥത്തിലെടുക്കാം. പിന്നീട് മൂന്നാമത് മാതാപിതാക്കളുടെയും കുട്ടികളുടെയും അർത്ഥത്തിലെടുക്കാം. ഈ മൂന്നാമത്തെ അർത്ഥമാണ് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. വായിക്കുന്ന ആളുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കുമല്ലോ. നമ്മൾ എല്ലാ മാതാപിതാക്കളും വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികളെ വളർത്തുന്നത്. കുട്ടികളെ വളർത്തുന്ന അവസ്ഥയിൽ നമ്മൾ നമ്മുടെ മോഹങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ആരോഗ്യവും കുറേ കാര്യങ്ങൾ നമ്മൾ പണയം വയ്ക്കുന്നു. ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതം തന്നെ പലപ്പോഴായി നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മുടെ സ്വപ്നങ്ങൾ പോകുന്നു, നമ്മുടെ വേരുകൾ കരിയുന്നു. പക്ഷേ കുട്ടികൾ പലപ്പോഴും ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ അവരെ അറിയിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. അവരുടേതായ സ്വപ്നലോകത്തും അവരുടേതായ ആഡംബരങ്ങളും അവരുടേതായ പല കാഴ്ചപ്പാടുകളും അവർ ജീവിക്കുമ്പോൾ അവർ കൂടുകൂട്ടിയ, അവർക്ക് വളരാൻ എല്ലാ രീതിയിലും സഹായകരമായ മരങ്ങളുടെ വേര് ഉണങ്ങുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതവർ മനസ്സിലാക്കേണ്ടതല്ലേ? അതവർ മനസ്സിലാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളും കാരണക്കാരല്ലേ? അവരെ ആ മരത്തിൻ്റെ ബുദ്ധിമുട്ട് മരത്തിൽ വളരുന്ന കിളികൾ അറിഞ്ഞ് തന്നെയല്ലേ വളരേണ്ടത്? തുടങ്ങിയ ചിന്തകൾ. ഇനി വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നില്ല, കൂടുതൽ വായിച്ചറിയും. ഞാനിതിലെ രസകരമായ ചില വാചകങ്ങൾ വായിക്കാം. ഒരുപാട് പൂച്ചില്ലകളുള്ള വലിയ മരത്തിൻ്റെ വേരുകൾ വെള്ളമെടുക്കാതായത് അടിവയറ്റിലെ നനവുള്ള മണ്ണിനാണ് ആദ്യം മനസ്സിലായത്. ഇഷ്ടക്കേടാണെന്നാണ് കരുതിയത്. തട്ടി വിളിച്ച് ചോദിച്ചു. നീരസത്തോടെ നോക്കുക മാത്രം ചെയ്തു. പ്രണയവസന്തത്തിൽ ചൂടിയ വർണ്ണപ്പൂവുകൾ ഓരോന്നായി വാടി വീണത് ശീതക്കാറ്റിലല്ലെന്ന് പുറംവാടി ഇലകൾ പറഞ്ഞപ്പോൾ പച്ചിലകൾ ചിരിച്ചു. പച്ചിലകൾക്ക് വാട്ടം തുടങ്ങിയപ്പോൾ പൂവിനോടുള്ള കുശുമ്പ് കൊണ്ടാണെന്ന് ചില്ലകൾ തമ്മിലുരച്ചു ചിരിച്ചു. അങ്ങനെ ഞാൻ മുഴുവൻ വായിക്കണില്ല, മുഴുവൻ വായിച്ച കഥയുടെ രസം പോയില്ലേ. അങ്ങനെ നല്ല ഇതിൽ ആ ഒരു കോൺട്രാസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട്. ആകാശ നീലിമയിൽ സൂര്യചന്ദ്രന്മാരുമായി ആടിയും പാടിയും പടർന്നു പന്തലിച്ച മോഹങ്ങളുടെ നക്ഷത്രച്ചില്ലയിൽ കൂടുകൂട്ടിയ വർണ്ണക്കിളികൾ മുട്ടയിട്ട് സ്വപ്നങ്ങൾ കടയരുത്. കിളിയുടെ ലോകം വേറെയാണ്. ഞാൻ അവസാനം പറയുന്നുണ്ട്, ഒരുപാട് ചില്ലകളുള്ള വലിയ മരത്തിലെ അമ്മക്കിളികൾ വെള്ളമെടുക്കാതായതും അടിവേരുണങ്ങുന്ന പൂമരത്തിൻ്റെ ഹൃദയവേദനയും മനുഷ്യൻ അറിഞ്ഞില്ല. അപ്പോൾ നമ്മുടെ അമ്മക്കിളികളും നമ്മുടെ മരങ്ങളും, നമ്മൾ ചെക്കിയൊരിക്കുന്ന മരങ്ങളുമെല്ലാം, അവയുടെ ആരോഗ്യം, അവയുടെ അവസ്ഥ, അവ വെള്ളമെടുക്കാതാവുന്നത്, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ? അത് തിരിച്ചറിയാനുള്ള ഒരു കാഴ്ചപ്പാട്, ഒരു കാഴ്ചശക്തി, ഒരു മനസ്സ്, ഒരു എംപതി, ആ ഒരു ഫൈൻ ട്യൂണിങ്, ആ ഒരു വേവ് ലെങ്ത് മാച്ചിങ് അത് നമുക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഈ കഥ എന്നിൽ അവശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും വളരെ നല്ല കഥ. ഈ പുസ്തകത്തിലെ ബെസ്റ്റ് സ്റ്റോറി എന്ന് ഞാൻ പറയും.